ഷിരൂരിൽ മണ്ണിടിച്ചിലിനിടെ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരയാൻ വേണ്ടിയുള്ള ഡ്രഡ്ജർ എത്തിക്കുകയാണ്. കാർവാർ തുറമുഖത്ത് നിന്ന് സാരംഗസ് നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ് 40-45 കിലോമീറ്റർ ദൂരമുണ്ട് ഷിരൂരിലേക്ക്. കാർവാർ എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏറെ ശ്രമകരമായിരുന്നു ഈ ഡ്രഡ്ജർ അടങ്ങുന്ന യന്ത്ര സംവിധാനം കാർവാറിലേക്ക് എത്തിക്കുക എന്നത്. ഇപ്പോൾ പരിപൂർണമായി എല്ലാം ഓക്കെയാണ് എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയാണോ? അന്തരീക്ഷം വളരെ അനുകൂലമാണോ? എപ്പോൾ തിരച്ചിൽ തുടങ്ങാൻ കഴിയും? രതീഷ്, ആദ്യ നോട്ടത്തിൽ ഈ ഒരു കാലാവസ്ഥ നമ്മൾക്ക് തിരച്ചിലിന് ഏറെ അനുകൂലമാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാർവാർ തുറമുഖത്താണ്. എൻ്റെ തൊട്ടരികിലുള്ള ഞാൻ നിൽക്കുന്ന വാർഫിന് ഏതാനും മീറ്ററുകൾക്ക് അകലെയാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഡ്രഡ്ജർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. MV ഭവിഷ്യ PNG 949 എന്ന MV ഭവിഷ്യ 2 എന്ന പേരിൽ അറിയപ്പെടുന്ന ഡ്രഡ്ജറാണ് ഇപ്പോൾ ഗോവയിലെ വാസ്കോ തുറമുഖത്ത് നിന്നും ഇപ്പോൾ കാർവാർ തുറമുഖത്തേക്ക് എത്തിച്ചത്. ഇനി കേവലം കിലോമീറ്ററുകളുടെ ദൂരം മാത്രമേ ഷിരൂരിലേക്കുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് കരയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാണുന്ന ജലോപരിതലത്തിൽ നിന്നും 3-4 മീറ്റർ താഴേക്ക് മണ്ണെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രഡ്ജറാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പുഴയുടെ മധ്യഭാഗത്ത് നിന്നൊക്കെ തന്നെ മണൽ ശേഖരിച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ടാങ്ക് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മുൻപ് കൊച്ചിയിലും അതുപോലെ തന്നെ മറ്റ് പല തുറമുഖങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ തുറമുഖത്ത് നിന്ന് മണലെടുപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ട് ശീലിച്ച സ്ഥിരമായി നമ്മൾ പ്രാദേശികമായി മണ്ണുമാന്തി കപ്പൽ എന്നൊക്കെ തന്നെ പറയുന്ന ഒരു സംവിധാനമാണ് ഈ ഡ്രഡ്ജർ. അതാണ് ഇപ്പോൾ ഷിരൂരിൽ അർജുനും അതുപോലെ തന്നെ ലൊക്കേഷനും ജഗന്നാഥനുമായി തിരച്ചിലിനായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രഡ്ജറിന് 3 ഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് മണൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ജീവനക്കാർക്ക് അവരുടെ സംവിധാനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിന് ഭാഗമായുള്ള ഒരു സംവിധാനമുണ്ട്. അതിനുശേഷം പിന്നീട് 2 ഹിറ്റാച്ചികൾക്ക് ഒരു ഹിറ്റാച്ചിയും മറ്റൊന്ന് ഹിറ്റാച്ചിക്ക് സമാനമായ ഒരു സംവിധാനവും അടങ്ങുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ യന്ത്രഭാഗമാണ്. അതിൻ്റെ മുകളിൽ 2 കുഴലുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കുഴലുകൾ ഇത്തരത്തിൽ ഗംഗാവലി നദിയിലെ പ്രധാനപ്പെട്ട റെയിൽവേ ലൈനടക്കമുള്ള പാലങ്ങൾ എങ്ങനെ കടത്തുമെന്നതായിരുന്നു ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധി. എന്നാൽ ഇപ്പോൾ അത് അഴിച്ചുവെച്ച് താൽക്കാലികമായ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ സാധിച്ചിരിക്കുന്നു എന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ അടുത്ത ഡ്രഡ്ജറിന്റെ സംവിധാനം അത് സാരംഗ് പ്രേക്ഷകരുമായി ഒരുക്കിയായിരുന്നു. തടസ്സങ്ങളെല്ലാം നീക്കി കാർവാറിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഷിരൂരിലേക്ക് കൊണ്ടുപോകണം. നാളെയോ മറ്റന്നാളോ ഷിരൂരിൽ എത്തിക്കാനാകും. തിരച്ചിൽ തുടങ്ങാനാകും എന്നതാണ് പ്രതീക്ഷ. അതിനിടെ ഷിരൂർ കേസ് നവംബർ 5 മാറ്റിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതി. കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിവരങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. KB ശ്രീധരൻ കൂടിയുണ്ട്. ശ്രീധരൻ, കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണനയ്ക്ക് വരുന്നു? ഈ ഡ്രഡ്ജർ അടക്കം എത്തിച്ചതും ഇതിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ വരുന്നുണ്ടോ? രതീഷ്, കഴിഞ്ഞ തവണ അതായത് ഓഗസ്റ്റിൽ കേസ് 16 പരിഗണിച്ചപ്പോൾ സെപ്റ്റംബർ 18 കേസ് പരിഗണിക്കും എന്നുള്ളതായിരുന്നു അന്ന് കോടതി അറിയിച്ചത്. പക്ഷേ ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് ഈ കേസ് വാദം കേൾക്കുന്നത്. പക്ഷേ ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഈ കേസ് ഇന്ന് പരിഗണിച്ചില്ല. അത് ചീഫ് ജസ്റ്റിസ് ഇന്ന് കോടതിയിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ്. നവംബർ 5 ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഈ ദുരന്തത്തിൽ പെട്ടവരുടെ പുനരധിവാസം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെ വാദങ്ങൾക്ക് അതിന് ഏതെങ്കിലും തരത്തിൽ മറുവാദങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ ഈ അർജുൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരോടും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും നിലവിൽ ഈ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തരുതെന്നൊക്കെ അന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള തിരച്ചിലേക്ക് പോകുന്നത്. ഏതായാലും കേസ് ഇനി അല്പം വൈകി മാത്രമേ പരിഗണിക്കൂ. നവംബർ 5 മാത്രമേ പരിഗണിക്കൂ. അന്നേക്ക് കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി, ഡ്രഡ്ജർ കാർവാറിലേക്ക് എത്തി. അതിനിടയിലാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. KB ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.